നിമിഷ സജയൻ, റോഷൻ മാത്യു, ദിബേന്ദു ഭട്ടാചാര്യ, കനി കുസൃതി, മാല പാർവതി തുടങ്ങിയവരൊക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്ന ആമസോൺ പ്രൈമിലൂടെ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ക്രൈം ഡ്രാമ സീരീസ് ആണ് പോച്ചർ എന്ന് പറയുന്നത്. ഒറ്റവാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിരിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു സീരീസ് ആയിട്ട് തന്നെയാണ് പോച്ചർ എന്ന് പറഞ്ഞ സീരീസ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 40 മിനിറ്റോളം ഡ്യൂറേഷൻ വരുന്ന 8 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിലുള്ളത്. കുറച്ച് സ്ലോ പേസിലായിട്ട് പോകുന്നൊരു സീരീസ് ആണിത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡാണ് പ്രധാനമായിട്ടും ഇതിലൂടെ വരുന്നത്. ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ട്രാക്കിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിരിക്കാൻ നല്ല രസമുള്ള രീതിയിലായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സീരീസ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഡൽഹി ക്രൈം പോലുള്ള പോപ്പുലർ ആയിട്ടുള്ള സീരീസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള റിച്ചി മാത്യാണ്. ആലിയ ഭട്ടൊക്കെ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടെന്നുള്ള രീതിയിലാണ് ഞാൻ ലിസ്റ്റ് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സീരീസിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് 2015 കാലഘട്ടത്തിൽ നടക്കുന്ന ആനവേട്ടയെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അതായത് ആനവേട്ട നടത്തിയവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും ഇൻവെസ്റ്റിഗേഷൻസും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സീരീസിലൂടെ പറഞ്ഞു പോകുന്നത്. സത്യത്തിലൊരു ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അതൊക്കെ വളരെ രസകരമായിട്ടും ഭംഗിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സീരീസിൽ എനിക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതും ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം സ്ക്രാച്ചിൽ നിന്ന് എങ്ങനെ ഇവർ ഒരു കേസ് അന്വേഷണത്തിൻ്റെ അവസാനത്തിൽ കൊണ്ടെത്തിക്കുന്നുള്ളതെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ കൺവിൻസിങ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരെ കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു കേസ് അന്വേഷണം നടത്തുന്നത് ഒരിക്കലും ഒരു പോലീസോ അല്ലെങ്കിൽ CBI ക്രൈം ബ്രാഞ്ചോ ഒന്നല്ല, ഫോറസ്റ്റ് ഓഫീസേഴ്സ് തന്നെയാണെന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം അവർ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ്റെ എഫേർട്ടുകൾ കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. അവരുടെ ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, അവരുടെ എഫേർട്സുകൾ, അവരുടെ പെയിൻസ്, അവരനുഭവിക്കുന്ന എക്സോസ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻസൊക്കെ ശരിക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ നല്ലൊരു സ്ക്രിപ്റ്റിംഗ്, നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് ഈ ഒരു സീരീസിനുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വളരെ സ്ലോ ആണ്, ബട്ട് നിങ്ങൾ ആ ഒരു ട്രാക്കിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടത് നല്ല രീതിയിലുള്ള ഒരു പെർഫെക്റ്റ് കാസ്റ്റാണ്. എസ്പെഷ്യലി നിമിഷ സജയനാണെന്നുണ്ടെങ്കിലും റോഷൻ മാത്യു ആണെന്നുണ്ടെങ്കിലും ദിബേന്ദു ഭട്ടാചാര്യ ആണെന്നുണ്ടെങ്കിലും അവരുടെ റോളുകളൊക്കെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു പെർഫെക്റ്റ് കാസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ നല്ല സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ എന്തൊക്കെ നല്ല നരേഷൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതങ്ങോട്ട് പുൾ ഓഫ് ചെയ്യാനായിട്ട് ഒരു പക്ഷേ പറ്റുന്നുണ്ടായിരിക്കില്ല. ബട്ട് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. എല്ലാവരുടെയും പെർഫോമൻസ് കിടിലനായിട്ടുണ്ട്. ഈവൻ ഇവർ ഡൽഹിയിൽ ചെല്ലുമ്പോൾ സുനിത എന്ന് പറയുന്ന ഒരു ലേഡി കോൺസ്റ്റബിൾ ഉണ്ട്. കുറച്ച് നേരം സീനുള്ളൂന്നുണ്ടെങ്കിൽ പോലും ആ ഒരു കോൺസ്റ്റബിളിൻ്റെ വേഷം പോലും സൂപ്പർബായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയത്തക്ക ഒരുപാട് പേരുടെ പേരുകളുണ്ട്. പൊയ്യ എന്ന് പറഞ്ഞ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആൾ, റാസ്, പൂനം എന്ന് പറയുന്ന ചെയ്തിട്ടുള്ള ഒരു ലേഡിയുടെ ക്യാരക്ടർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേരുടെ ഗംഭീര പെർഫോമൻസ് ഈ ഒരു സീരീസിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ തീർച്ചയായിട്ടും ഈ ഒരു സീരീസ് മുന്നോട്ട് വയ്ക്കുന്നത് നേച്ചറിൻ്റെ ഇമ്പോർട്ടൻസ്, ഓൾസോ ആനകളുടെ ഇമ്പോർട്ടൻസ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ആനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ജീവി മാത്രമല്ല, അത് നമ്മുടെ ആവാസ വ്യവസ്ഥയെ തന്നെ പിടിച്ചു നിർത്തുന്ന വലിയൊരു ജീവി കൂടിയാണെന്നുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്. കാരണം ആനകൾ ജീവിച്ചാലേ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. ആനകളില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ പലപ്പോഴും പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. സോ മേജർ ആയിട്ടുള്ളൊരു ആവാസ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഒരു ഫുഡ് ചെയിൻ്റെ മെയിൻ ഒരു കണ്ണി എന്ന് പറയുന്നത് ഒരു ആന എന്നൊക്കെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്. സോ ഇഫ് യു ആർ എ നേച്ചർ ലവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആനയെ ഒരുപാട് ഇഷ്ടമാണെങ്കിലും മൃഗങ്ങൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാവുന്ന നല്ലൊരു സീരീസ് ആണിത്. കാരണം ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഫേസ് ചെയ്യുന്ന കുറേ ബുദ്ധിമുട്ടുകൾ, അവർക്കെതിരെയുള്ള അട്രോസിറ്റീസും ഒക്കെ ഒരുപാട് നമുക്ക് കണക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇതിലെ VFX കാര്യങ്ങളാണ്. ബട്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡായിട്ടും കൂടി അത് പറയേണ്ടതായിട്ട് വരും. കാരണം പല സ്ഥലത്തും VFX ഒക്കെ കിടിലനായിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഒരു സീരീസിൻ്റെ തുടക്കത്തിൽ തന്നെ കുറേ നല്ല മൃഗങ്ങളെ കാണിക്കുന്നുണ്ട്. അത് ചെറിയ മൃഗങ്ങളുണ്ട്, വലിയ മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്. കിടിലനായിട്ട് VFX ചെയ്തിട്ടുണ്ട്. ബട്ട് പോകെ നമുക്കത് ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ളൊരു എഫക്റ്റാണ് കൊണ്ടുവരുന്നത്. കാരണം നമ്മൾ കാണുന്ന സീരീസ് നമുക്കറിയാം കാടുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സോ മൃഗങ്ങളെ കാണിക്കുന്നത് സ്വാഭാവികം. പക്ഷേ എല്ലാ സീൻസിലും അങ്ങനെ ഒരു മൃഗം അല്ലെങ്കിൽ ഒരു പക്ഷി കാണിക്കണം എന്നുള്ള രീതിയിൽ കാണിച്ച പോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് തോന്നി. പിന്നെ പോകെ ചില സീൻ എത്തിയപ്പോൾ ഈ VFXൻ്റെ അങ്ങോട്ട് ഒരു ക്വാളിറ്റി കുറഞ്ഞ പോലെ ഒരു അവസ്ഥ ഒക്കെ നമുക്ക് തോന്നി. നമുക്കത് വ്യക്തമായിട്ട് കാണുമ്പോൾ മനസ്സിലാവും ഇത് എക്സാക്ട്ലി VFX ആണ് എന്നുള്ള രീതിയിൽ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പല സീനുകൾ കൂടി വന്നപ്പോൾ നമ്മുടെ ആസ്വാദനത്തെ കുറച്ചങ്ങോട്ട് ബാധിച്ചു എന്ന് വേണം പറയാനായിട്ട്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയത്തക്ക മറ്റൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് പലപ്പോഴായിട്ടും ഇതിലെ പല ഫോറസ്റ്റ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ നോർത്ത് സൈഡിലോട്ട് ഡൽഹി, മഹാരാഷ്ട്ര പോലുള്ള സൈഡിലോട്ടൊക്കെ യാത്രകൾ ചെയ്യുന്നുണ്ട്. യാത്രകൾ ചെയ്ത് അവിടുത്തെ സീൻസും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ
ആ സ്ഥലങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാം ഇത് കേരളമാണ് എന്നുള്ളത്. എങ്കിലും നമുക്കത് വിശ്വസിക്കാവുന്ന കുറേ മറ്റു കാര്യങ്ങൾ കൂടി സെറ്റപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു തോന്നി. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള വാഹനങ്ങൾ കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് കേരളമാണെന്നുള്ളത്. എസ്പെഷ്യലി അവിടെയുള്ള ഓട്ടോറിക്ഷകൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതൊക്കെ പോട്ടെ, ഓട്ടോറിക്ഷകൾ കേരളത്തിലെ പോലെ ആക്കിക്കോട്ടെ, അതിൻ്റെ നമ്പർ പ്ലേറ്റെങ്കിലും ഇവർക്ക് അറ്റ്ലീസ്റ്റ് DL എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിലൊരു നമ്പർ പ്ലേറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിരുന്നു തോന്നി. കാരണം ആ ഒരു KL എന്ന് പറയുന്ന ആ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ആ ഒരു ഭാഗം മാത്രം ചെറിയൊരു പീസ് ഓഫ് പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ സംതിങ് വേറെ എന്തെങ്കിലും കൊണ്ടോ മറിച്ചിട്ട് DL അല്ലെങ്കിൽ MH എന്ന് ആക്കിയിരിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ ഇത്രയും 4K ക്വാളിറ്റിയിൽ വരുന്ന ഈ ഒരു സീരീസിൽ കാണുമ്പോൾ തന്നെ വ്യക്തമാണ് അതവർ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം നമ്മൾ ആ ഒരു വേട്ട അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഉള്ളിൽ ഇറങ്ങി നമ്മൾ അവരുടെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു കാര്യമാണെന്നുണ്ടെങ്കിലും അത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിപ്പോൾ ഒരു മാതിരി ആയല്ലോ എന്നുള്ളൊരു ഫീലാണ് സത്യം പറയാൻ എനിക്ക് തോന്നിയത്. നമ്മൾ അത്ര നേരം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു മൂഡിനെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ആ ഒരു വ്യൂവിങ് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കണ്ടിരിക്കുന്ന ഒരു സുഖത്തെ മൊത്തം നശിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യമാണ് പറയുന്നത്. അത് ചെറിയൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര ഒരു അരോചകമായിട്ട് തോന്നി. പിന്നെ നമുക്കത് തോന്നുന്നില്ല ഇവർ ഗോവയിലാണ് ഇവർ മഹാരാഷ്ട്രയിലേക്ക് പോയി എന്നുള്ളൊരു ഫീല് നമുക്ക് വരുന്നില്ല. പിന്നീട് പോകെ അവസാനത്തോടെ എത്തിയപ്പോൾ അവസാനത്തെ ഒരു എപ്പിസോഡിലൊക്കെയുള്ള കുറച്ച് ഡൽഹിയിലെ സീൻസ് കാണിച്ചപ്പോൾ അവിടെ കുറച്ചും കൂടിയൊക്കെ തോന്നി അത് ഡൽഹി ആയിരിക്കും എന്നുള്ളൊരു ഫീല് ശരിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അവസാനത്തെ എപ്പിസോഡൊക്കെ വളരെ ത്രില്ലിങ് ആൻഡ് എൻഗേജിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നഖമൊക്കെ അടിച്ച് നെയിൽ ബൈറ്റൊക്കെ ചെയ്ത് വളരെ സസ്പെൻസ് ആൻഡ് ത്രില്ലിങ് മോഡിലേക്കുള്ള രീതിയിലൊക്കെ കുറച്ച് കാര്യങ്ങൾ അവർ കൊണ്ടെത്തിച്ചത് വളരെ ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു പ്രകൃതി സ്നേഹിയാണ്, മൃഗങ്ങളൊക്കെ ഇഷ്ടമാണ്, എസ്പെഷ്യലി ആനകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കണ്ടിരിക്കാവുന്ന നല്ല ഒരു സീരീസ് ആയിട്ട് തന്നെയാണ് പോസ്റ്റർ എന്ന് പറഞ്ഞ സീരീസ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മുമ്പേ പറഞ്ഞോളട്ടെ ഇതൊരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ളൊരു സീരീസ് ആണ്, ഒരിക്കലും ഫാസ്റ്റായിട്ട് പോകുന്ന സീരീസ് അല്ല. സോ കുറച്ച് ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ കണ്ടു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ മിക്കവാറും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ട്രാക്കിലോട്ട് വീണ് നിങ്ങളങ്ങോട്ട് മൊത്തം കണ്ടു തീർക്കും എന്നുള്ളത് തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. നല്ല നല്ല പ്രകടനങ്ങൾ കാര്യങ്ങളുണ്ട്, മൃഗങ്ങളുടെ ഓരോ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, അവരുടെ കുറേ സ്നേഹങ്ങൾ, അവരുടെ കുറേ സംഭവങ്ങൾ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ കൂടുതൽ സ്പോയിലറായി പോകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സോ കണ്ടു നോക്കി നോക്കുക. സീരീസ് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. 8 എപ്പിസോഡാണുള്ളത്, 40 മിനിറ്റ് ഡ്യൂറേഷനാണ് വരുന്നത്. സോ ഈ ഒരു സീരീസ് നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.